നോട്ട് നിരോധനം വന്ന കാലത്തെ പോലെ അല്ലെങ്കിൽ കോവിഡ് വന്ന കാലത്തെ പോലെ രാജ്യം അടച്ചുപൂട്ടലിലേക്ക് പോവാണ്. ലോകത്തിന് മേലെ സാമ്രാജ്യത്വം യുദ്ധം അടിച്ചേൽപ്പിച്ചപ്പോ അമേരിക്കൻ സാമ്രാജ്യത്വവും അതുപോലെ തന്നെ ഇസ്രയേലും ചേർന്നുകൊണ്ട് ലോകത്തിന് മേലെ പശ്ചിമേഷ്യക്ക് മേലെ എണ്ണയ്ക്ക് വേണ്ടി യുദ്ധം അടിച്ചേൽപ്പിച്ചപ്പോൾ ഈ യുദ്ധം പാടില്ല എന്ന് നിലവിളിക്കുകയും യുദ്ധം പാടില്ല എന്ന് പറയുകയും ചെയ്ത ഇടതുപക്ഷക്കാരെ, തൊഴിലാളി പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കാനും അപമാനിക്കാനുമാണ് പല ആളുകൾ കടന്നു വന്നത്. സമാധാന പ്രസ്ഥാനത്തിന് വേണ്ടി KN ബാലഗോപാൽ ബഡ്ജറ്റിൽ 2 കോടി രൂപയുടെ ഒരു പദ്ധതി വെച്ചു, സമാധാന പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങൾ നടത്താൻ. എന്തായിരുന്നു പരിഹാസം? ഇപ്പൊ എന്ത് പറയുന്നു? ലോക സമാധാനം വേണോ? സമാധാനം എന്ന് പറയുന്നത് ഒരു അശ്ലീല പദമായിരിക്കുന്നു. ഇന്ന് ലോകത്തെവിടെയും അമേരിക്കയ്ക്ക് കടന്നു കയറാം, യുദ്ധമുണ്ടാക്കാം. അങ്ങനെ യുദ്ധമുണ്ടാക്കിയതിന്റെ ഭാഗമായി ഇറാൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാരി രാജ്യത്തെ ആക്രമിച്ചു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ പോലുള്ള മഹാകപ്പലുകൾ, നൂറുകണക്കിന് വിമാനവാഹിനികൾ കൊണ്ടുവന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കപ്പലുകൾ, ലോകത്തെവിടെ യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിന്റെ കെടുതികൾ ലോകത്തെ മുഴുവൻ മനുഷ്യരിലേക്ക് വരും. അങ്ങനെ യുദ്ധത്തിന്റെ കെടുതി നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു, നമ്മുടെ അടുക്കളയിൽ എത്തിയിരിക്കുന്നു, നമ്മുടെ പാചകവാതക പ്രതിസന്ധിയായിരിക്കുന്നു. മാത്രമല്ല, ഉത്തരേന്ത്യയിലെ തൊഴിലാളി പറയുകയാണ്, ഞങ്ങൾക്ക് മിനിമം വേതനം വർദ്ധിപ്പിക്കണം. ഇന്ത്യ രാജ്യത്തെ മിനിമം വേതനം നമ്മൾ പറയുമ്പോൾ ഒരു 26,000 രൂപയെങ്കിലും രാജ്യത്ത് മിനിമം വേതനം വേണമെന്നാണ് 8 പണിമുടക്കുകളിലായിട്ട് ഇന്ത്യ രാജ്യത്ത് CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി? ഉത്തരേന്ത്യയിലെ തൊഴിലാളിക്കുള്ള കൂലി 8,000 രൂപ ഒരു മാസം. ഉത്തരേന്ത്യയിലെ തൊഴിലാളിയുടെ കൂലി എത്രയാ? 9,000 രൂപ ഒരു മാസം. 8,000 9,000 കൂലി കിട്ടുന്ന തൊഴിലാളി എത്ര നേരം പണിയെടുക്കണം? 6 48 ഒരാഴ്ചയിൽ 48 മണിക്കൂറാണ് പണിയെടുക്കേണ്ടത്. 72 73 മണിക്കൂറായിട്ട് അവരുടെ ജോലി സമയം മാറി. ഇപ്പൊ നരേന്ദ്രമോദി പറയുന്നു വർക്ക് ഫ്രം ഹോം ആക്കണം. വർക്ക് ഫ്രം ഹോം ആക്കിയാൽ വളരെ എളുപ്പം. എന്താണ്? നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ കുളിക്കണ്ട, പല്ല് തേക്കണ്ട, രാവിലെ എണീച്ചു കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, പണി തുടങ്ങി. പിന്നെ എപ്പോ അടയ്ക്കാം? അവര് പറയുന്ന സമയത്ത് ക്ലോസ് ചെയ്യാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ വീട്ടടിമ. ഓരോ തൊഴിലാളിയെയും വീട്ടടിമയാക്കി മാറ്റുന്ന തരത്തിലേക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ഫ്രം ഹോം സംവിധാനം ലോകത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ കൈകാര്യം ചെയ്യുന്നു. ഇതിനെതിരായിട്ട് തൊഴിലാളി ഇറങ്ങിയതാണ് ഉത്തരേന്ത്യയിലെ തൊഴിലാളി. പാനിപ്പത്തിൽ, മീററ്റിൽ സ്വിഗ്ഗി മേഖലയിൽ പണിയെടുക്കുന്ന 2 ലക്ഷം തൊഴിലാളികൾ വാട്സാപ്പിൽ പരസ്പരം സംഘടനയുണ്ടാക്കി. ഇപ്പോ തൊഴിലാളി കോഡ്, ലേബർ കോഡ് കൊണ്ടുവന്നിട്ട് മോദി പറയുന്നത് CIT വേണ്ട, തൊഴിലാളി സംഘടനകൾ വേണ്ട, സമരം വേണ്ട, മുദ്രാവാക്യം വിളിക്കണ്ട, ജാഥ വിളിക്കണ്ട, നിങ്ങൾക്കെല്ലാം കിട്ടും. സ്വിഗ്ഗി തൊഴിലാളികൾ എന്താ തൊഴിലാളി മേഖല കൊണ്ടുവന്ന പുതിയ നിയമം? 10 മിനിറ്റ് വൈകിയാൽ തൊഴിലാളിക്ക് വേതനമില്ല. ഡെലിവറി വിത്തിൻ 10 മിനിറ്റ്സ്. ഭക്ഷണം ഓർഡർ ചെയ്താൽ 10 മിനിറ്റകം ജീവൻ കയ്യിൽ പിടിച്ചോടണം. ഒരു സ്വിഗ്ഗി മേഖലയിൽ പണിയെടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന തൊഴിലാളി 10 മിനിറ്റ് വൈകിയാൽ അവർ പണമില്ല. ഇതിനെതിരായിട്ട് ആ പ്ലാറ്റ്ഫോമിലെ 2 ലക്ഷം തൊഴിലാളികളാണ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ പ്രക്ഷോഭണം ആരംഭിച്ചത്. വളരെ വേഗം പടർന്നു. അവിടെ മുതലാളിമാരോട് പറയുകയാണ്, ഈ വാട്സപ്പ് എന്ന സാധനം, നവമാധ്യമം എന്ന സാധനം മുതലാളിമാർ തൊഴിലാളിക്കെതിരെ ഉപയോഗിക്കുന്നത് പോലെ തൊഴിലാളിക്ക് സംഘടിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ അറിയാം. അതാണ് ഇന്ത്യയിലെ തൊഴിലാളി തീരുമാനിച്ചത്. 1857 ഒന്നാമത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ രൂപപ്പെട്ട ശിപ്പായിലുകളെ എന്നറിയപ്പെടുന്ന ആ ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമരം നടന്ന മണ്ണിലൂടെ സഞ്ചരിച്ച ചരിത്ര പഥങ്ങൾ നോക്കിയാൽ ആ ചരിത്ര പഥങ്ങളിലാണ് ഇന്ന് ഈ രാജ്യത്തെ തൊഴിലാളി ഉത്തരേന്ത്യയിൽ പണിമുടക്കിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് CIT അത്യാഹ്ലാദത്തോടെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റ ഉടനെ കൊടിയും മടക്കി വീട്ടിൽ പോകാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിലുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ചെറിയ തോൽവിയല്ല, നല്ല തോൽവി ഉണ്ടായി. ആ തോറ്റു എന്ന് കഴിഞ്ഞ ഉടനെ കൊടിയും മടക്കി വീട്ടിൽ പോകാൻ പോകണം. ഉത്തരേന്ത്യൻ തൊഴിലാളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന
CITയുടെ പരിപാടി എല്ലാ മേഖലകളിലും നടക്കുമ്പോൾ, ലേബർ കോഡുകൾ നോട്ടിഫൈ ചെയ്തതിനായി ലേബർ കോഡുകൾ കത്തിക്കുമ്പോൾ, ഈ പ്രക്ഷോഭണം എന്ന് പറയുന്നത്, ഈ സമരം എന്ന് പറയുന്നത് രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമരമായി തീരുന്നു. അതുകൊണ്ട് ലേബർ കോഡുകൾ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് മോദി വിജയിച്ചു എന്നർത്ഥമില്ല. തൂണിലും തുരുമ്പിലും സമരം. രാജ്യത്തെ ഈ ഭരണ സംവിധാനത്തിനെതിരായി, ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായി, കോർപ്പറേറ്റ് പീഡനത്തിനെതിരായി, കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി തൂണിലും തുരുമ്പിലും സമരം. ഓരോ ജീവശ്വാസവും സമരത്തിന്റെ ശ്വാസമാക്കി മാറ്റും. അതിന്റെ കരുത്തോടുകൂടി CIT കൊടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് 12, 13 തീയതികളിലായി നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിലും തൊഴിലാളി പ്രസ്ഥാനം സംഘടിച്ച് ഈ പോരാട്ടം നടത്തുന്നത്. കാലാവസ്ഥയുടെ വെല്ലുവിളികളുടെ മുമ്പിലും ഇന്ന് കോട്ടയത്ത് ഈ പ്രക്ഷോഭണം തീരുമാനിച്ചപ്പോൾ ഈ സമരത്തെ വൻ വിജയമാക്കാൻ കടന്നു വന്ന ഓരോ തൊഴിലാളി സഖാക്കളെയും ഹൃദയത്തോടുകൂടി ചേർത്ത് പിടിച്ച് CIT ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉത്തരേന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പോരാട്ടത്തിന് കേരളത്തിന്റെ അഭിവാദ്യം മുന്നോട്ട് വെക്കുന്ന ഈ ഉജ്ജ്വലമായ പോരാട്ടത്തിൽ പങ്കെടുത്ത സഖാക്കളെ അഭിവാദ്യം ചെയ്ത് CIT ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള അഭിവാദ്യം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു, തൊഴിലാളി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.